Welcome to Ehela's Tuition. ബഡ്ജറ്റ് ലൈന് നമ്മൾ പഠിച്ചു. P1x1 പ്ലസ് P2x2 is equal to M ആവുന്ന കേസിലാണ് നമ്മൾ ബഡ്ജറ്റ് ലൈന് വരക്കുന്നത്. ഇതാണ് ബഡ്ജറ്റ് ലൈന്. ഇനി ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് നമ്മളെങ്ങനെ ഡിറൈവ് ചെയ്യും നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈന്. ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ എക്സ് ആക്സിസിൽ ഗുഡ് 1 ആണ്, വൈ ആക്സിസിൽ ഗുഡ് 2 ആണ്. നമ്മളെ പ്രോഡക്റ്റ് x1ഉം x2 ആണ്. നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് x1ഉം x2 ആണ് വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രൈസ് P1ഉം P2 ആണ്. അങ്ങനെ ആ സമയത്ത് നമുക്ക് ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, അസ്യൂം ചെയ്യും x1 x2ൻ്റെ ഈ ഒരു വാല്യൂ, ഈ ഒരു പോയിന്റ് x1 x2 ആണെങ്കിൽ ഈ ഒരു പോയിന്റ് x1നെക്കാളും കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അതായത് x1 പ്ലസ് ഡെൽറ്റ x1 ആയിരിക്കും. ഇനി ഈ ഒരു പോയിന്റ് x1 പ്ലസ് ഡെൽറ്റ x1 ആയിരിക്കും. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് x2 പ്ലസ് x2ൻ്റെ കൂടെ ഡെൽറ്റ x2 കൂടെ ആഡ് ചെയ്തത് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ അറിയാം. P1 x1 പ്ലസ് P2 x2 is equal to M ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള പോയിൻറ്റും കൂടെ കൺസിഡർ ചെയ്യണം. തൊട്ടടുത്തുള്ള പോയിൻ്റ് എന്ന് പറയുമ്പം x1നെക്കാളും ഡെൽറ്റ x1 ഇൻക്രീസ് ഉണ്ടാവും, x2നെക്കാളും ഡെൽറ്റ x2 ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ പോയിൻറ്റിന് P1 പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവില്ല. x1 പ്ലസ് ഡെൽറ്റ x1 പ്ലസ് P2 ഇൻറ്റു x2 പ്ലസ് ഡെൽറ്റ x2 is equal to M എന്ന് എഴുതാം. ഇത് നമ്മുടെ ഇക്വേഷൻ 1, ഇത് നമ്മുടെ ഇക്വേഷൻ 2. ഇനി നമ്മളെന്ത് ചെയ്യും, ഇക്വേഷൻ 2 ഇക്വേഷൻ 1 സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ 2 എന്താണ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P1 x1 പ്ലസ് P1 ഡെൽറ്റ x1 പ്ലസ് P2 x2 പ്ലസ് P2 ഡെൽറ്റ x2 is equal to M. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇക്വേഷൻ 2 നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2 എക്സ്പാൻഡ് ചെയ്ത് നമുക്കറിയാം ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ P1 x1 മൈനസ് P1 x1 പ്ലസ് P2 x2 അത് is equal to M. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ P1 x1 പ്ലസ് P2 x2 is equal to M. ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബാക്കി വരാം, P1 x1ഉം 0 ആയി പോവും. പിന്നെ P1 ഡെൽറ്റ x1 P2 x2ഉം ക്യാൻസലായി പോകും മൈനസ് ചെയ്യുന്ന സമയത്ത്. ബാക്കി വരാം P2 ഡെൽറ്റ x2 M മൈനസ് M 0 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്കിവിടെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ റീഅറേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ P1 ഡെൽറ്റ x1 ഈ സൈഡിൽ വെച്ചിട്ട് ഇതിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും P2 ഡെൽറ്റ x2. ഇനി നമ്മൾ എന്ത് ചെയ്യും, P2 ഡെൽറ്റ x2 ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് വരും. അപ്പോൾ ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, ഡെൽറ്റ x1 ഈ സൈഡിലേക്ക് കൊണ്ടുവരും. x1 is equal to P1 ഡിവൈഡഡ് ബൈ മൈനസ് P2. ഇപ്പോൾ മൈനസ് P1 ബൈ P2 is equal to മൈനസ് ഇല്ല, ഒരു സൈഡിലെ മൈനസ് ഉണ്ട്, is equal to ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പ്രൈസ് റേഷ്യോ ആൻഡ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. തിങ്ക് ഓഫ് എനി പോയിന്റ് ഓൺ ബഡ്ജറ്റ് ലൈൻ. നമ്മളിപ്പോൾ ബഡ്ജറ്റ് ലൈൻ നോക്കി, ബഡ്ജറ്റ് ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. സച്ച് എ പോയിന്റ് റിപ്രസെൻറ്റ് എ ബണ്ടിൽ വിത്ത് കോസ്റ്റസ് ദ കൺസ്യൂമർ ഹെർ എൻറ്റയർ ബഡ്ജറ്റ്. അപ്പോൾ ഏതൊരു ലൈൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു ലൈനിൽ നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ് 1ഉം ഗുഡ് 2ഉം കംപ്ലീറ്റ്, ഇപ്പോൾ ഈ ഒരു പോയിന്റാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ പോയിന്റിൽ നമ്മൾ x1ഉം x2ഉം വാങ്ങിച്ച് ഈ x1 x2 വാങ്ങിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമറിൻ്റെ ഫുൾ എമൗണ്ട് M ഫുള്ളായിട്ട് തീരും.
അങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനിൽ വരുന്നത്. അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ now suppose the consumer want to have one more unit of good one. ഇപ്പം നമ്മൾ ആ ഒരു ബഡ്ജറ്റ് ലൈനിലുള്ള ഗുഡ് വണ്ണും ഗുഡും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് തീർന്നു. ഇനി അതിനേക്കാളും ഗുഡ് വണ്ണ് നമ്മളിപ്പോൾ X1 എമൗണ്ടാണ് വാങ്ങിച്ചത്, X1ൻ്റെ കൂടെ ഒരു എമൗണ്ടും കൂടെ വാങ്ങിക്കണം. ഷീ ക്യാൻ ഡു ഇറ്റ് ഓൺലി ഇഫ് ഷീ ഗിവ്സ് അപ്പ് സം എമൗണ്ട് ഓഫ് ദ അതർ ഗുഡ്. അപ്പം നമുക്ക് X1നേക്കാളും ഒന്നും കൂടെ വാങ്ങിക്കണമെങ്കിൽ അവൾ X2ൽ കുറച്ച് കുറവ് വരുത്തേണ്ടി വരും. ഹൗ മച്ച് ഓഫ് ഗുഡ് 2 ഡസ് ഷീ ഹാവ് ടു ഗിവ് അപ്പ് if she want to have an extra unit of good one. good one ൻ്റെ എക്സ്ട്രാ യൂണിറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൾ എത്ര എമൗണ്ട് ഗുഡ് ടു ഗിവ് അപ്പ് ചെയ്യണം, ഗുഡ് ടു കൊടുക്കേണ്ടി വരും. ഇറ്റ് വിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൈസസ് ഓഫ് 2 ഗുഡ്സ്. അപ്പം അത് ആ 2 ഗുഡ്സിൻ്റെയും പ്രൈസസിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. A unit of good one costs P1, therefore she have to reduce her expenditure on good 2 by P1 amount. With P1 she could buy P1 by P2 units of good 2. അപ്പം നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മളിപ്പം ഗുഡ് വണ്ണും ഗുഡ് 2 ഉണ്ട്. ഗുഡ് 1 5 വാങ്ങിച്ചു, ഗുഡ് 2 5 വാങ്ങിച്ചു, കംപ്ലീറ്റ് ആയി, നമ്മളെ ഇൻകം കംപ്ലീറ്റ് തീർന്നു. പിന്നെ നമുക്ക് ഗുഡ് 1 5 പോരാ, 6 വാങ്ങിക്കണം എന്ന് വിചാരിക്കും. അപ്പം 6 വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങണ്ടേ. അപ്പം നമുക്ക് ഗുഡ് 1 എന്തായാലും 6 വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഗുഡ് 2 കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ഗുഡ് 1നാണ് ഗുഡ് 2നേക്കാളും പ്രൈസ് കൂടുതലെങ്കിൽ, ഇപ്പോൾ ഗുഡ് 2ന് 5 രൂപയും ഗുഡ് 1ന് 10 രൂപയാണെങ്കിൽ നമുക്ക് ഗുഡ് 1 എക്സ്ട്രാ ഒന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഗുഡ് 2ന് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഈ ഗുഡ് 2ൻ്റെ പ്രൈസസിനും ഗുഡ് 1ൻ്റെ പ്രൈസസിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഷീ വിൽ ഹാവ് ടു റെഡ്യൂസ് ഹെർ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ് 2 ബൈ P1 amount. വിത്ത് P1 ഷീ കുഡ് ബൈ P1 by P2 units of good 2. Therefore, if the consumer want to have an extra unit of good 1, when she is spending all her money, she will have to give up P1 by P2 units of good 2. അപ്പോൾ P1 by P2 units of good 2 ഒഴിവാക്കേണ്ടി വരും. ഇപ്പം നമ്മൾ P1ൻ്റെ പ്രൈസ് 10 റുപ്പീസും P2ൻ്റെ പ്രൈസ് 5 റുപ്പീസും ആണെങ്കിൽ 10 by 5, അപ്പോൾ എത്രയാ 2 യൂണിറ്റ്സ് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ P1 by P2 അതിൻ്റെ പ്രൈസ് വെച്ചിട്ടുള്ള യൂണിറ്റ്സ് നമ്മൾ ഗുഡ് 2ൽ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇൻ അതർ വേർഡ്സ്, ഇൻ ദ ഗിവൺ മാർക്കറ്റ് കണ്ടീഷൻ ദ കൺസ്യൂമർ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് 1 ഫോർ ഗുഡ് 2 അറ്റ് ദ റേറ്റ് ഓഫ് P1 by P2. നമ്മുടെ എപ്പോഴുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ ഒരു കൺസ്യൂമറിന് ഗുഡ് 2ന് പകരം ഗുഡ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ P1 by P2 എന്ന് പറയുന്ന റേറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. The absolute value of the slope of the budget line measures the rate at which consumer is able to substitute good 1 for good 2 when she spends her entire budget. And points below the budget line. And budget line in the below ആണ് point ഉള്ളതെന്ന് വിചാരിക്കാം. Such a point represent a bundle which costs us less than consumer income. ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റിലുള്ള ബണ്ടിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമറിന്റെ ഇൻകം കംപ്ലീറ്റ് തീരൂല. Thus if the consumer buys such a bundle, she will have some money left over. അങ്ങനെയാണ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അവളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും. In the principle, the consumer could spend this extra money on either of the 2 goods. ഇനി ബാക്കിയുള്ള പൈസക്ക് അവൾക്ക് ഗുഡ് 1 or ഗുഡ് 2 ഏതെങ്കിലും വാങ്ങിക്കാം. And thus buy a bundle which consists of more of at least one of the goods and no less of the other as compared to the bundle lying below the budget line. അപ്പോൾ അവൾക്ക് ആവശ്യമുള്ളത് കൂടുതലോ കുറവോ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. In other words, compared to the point below the budget line, there is always some bundle on the budget line which contains more at least one of the goods and no loss of other. അപ്പോൾ ബഡ്ജറ്റ് ലൈനിൻ്റെ താഴെയാണ് അവളുടെ കോമ്പിനേഷൻ വരുന്നതെങ്കിൽ, ബഡ്ജറ്റ് സെറ്റ് വരുന്നതെങ്കിൽ അവൾക്ക് ഒന്നും നഷ്ടപ്പെടാതെ, ഇപ്പോൾ വാങ്ങിച്ചത് നഷ്ടപ്പെടാതെ വേറെ ഗുഡ് 1 or ഗുഡ് 2 എക്സ്ട്രാ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. Figure 2.2 illustrates this fact. The point C lies below the budget line while A and B lies on the budget line. Point A contains more of good 2 and C എന്ന് പറയുന്നത് below the budget line ഉള്ളത്, A on the budget line, Bയും on the budget line ആണ്. ഈ A contains more of good 2 and the same amount of A എന്ന് പറയുന്നത് good 2നേക്കാളും കൂടുതലാണ് and സെയിം amount of good 1 as compared to the point C. അപ്പം പോയിന്റ് സി കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലാണ്, പക്ഷേങ്കിൽ സെയിം എമൗണ്ട് തന്നെയാണ്. പോയിന്റ് ബി കണ്ടെയ്ൻസ് മോർ ഓഫ് ഗുഡ് 1 ആൻഡ് സെയിം എമൗണ്ട് ഓഫ് ഗുഡ് 2 as compared to the point C. Any of the point on the line segment AB represent a bundle which has more of both the goods compared to C. അപ്പോൾ ഈ സീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്
സി എന്ന് പറയുന്നത് ബിയിലും കുറവാണ്, എയിലും കുറവാണ്. അപ്പൊ സിനെക്കാളും കൂടുതലുണ്ട് എക്കും, സിനെക്കാളും കൂടുതലുണ്ട് ബിക്കും. ഇനി അടുത്ത ടോപ്പിക് ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് സെറ്റ്. ദ സെറ്റ് ഓഫ് അവൈലബിൾ ബണ്ടിൽസ് ഡിപ്പെൻഡ് ഓൺ ദ പ്രൈസസ് ഓഫ് ദ ടു ഗുഡ്സ് ആൻഡ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഒരാൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന ബണ്ടിൽസ്. ഇപ്പം നമ്മുടെ അടുത്ത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ഗുഡ് വണ്ണും ഗുഡ് ടൂവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗുഡ് വൺ എത്ര എമൗണ്ട് വാങ്ങിക്കണം, ഗുഡ് ടു എത്ര എമൗണ്ട് വാങ്ങിക്കണം എന്ന് ഒരാൾ തീരുമാനിക്കുന്നത് ആ രണ്ട് ഗുഡ്സിൻ്റെയും പ്രൈസസും അതുപോലെ അയാളുടെ കയ്യിലുള്ള ഇൻകമും ആണ്. അയാളുടെ വരുമാനവും ഗുഡ്സിൻ്റെ പ്രൈസുമാണ് എത്ര ബണ്ടിൽസ്, ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബണ്ടിൽസ് സെലക്ട് ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കുന്നത്. വെൻ ദ പ്രൈസസ് ഓഫ് ഏതർ ഓഫ് ദ ഗുഡ്സ് ഓർ ദ കൺസ്യൂമർ ഇൻകം ചേഞ്ചസ്. ഇനി ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില കൂടുമോ വില കുറയോ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ഇൻകത്തിന് മാറ്റം ഉണ്ടാവുമോ, ദ സെറ്റ് ഓഫ് അവൈലബിൾ ബണ്ടിൽസ് ഇസ് ഓൾസോ ലൈക്ലി ടു ചേഞ്ച്. അങ്ങനെ ആകുന്ന സമയത്ത് ചൂസ് ചെയ്യുന്ന ബണ്ടിൽസിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. സപ്പോസ് ദ കൺസ്യൂമർ ഇൻകം ചേഞ്ചസ് എം ടു എം ബാർ M dash, but the prices of the two goods remain unchanged. With the new income, the consumer can afford to buy all bundles such that P1x1 plus P2x2 less than or equal to M dash. Now the equation of the budget line is equal to P1x1 plus P2x2 is equal to M dash. ഇപ്പോൾ ഒരാളുടെ ഇൻകം കുറഞ്ഞ് ഈ ഇത്രയും നാള് 1000 രൂപ വരുമാനം ഉണ്ടായിരുന്ന ഒരാൾക്ക് വരുമാനം നേരെ കുറഞ്ഞ് 500 രൂപയായി. അപ്പോൾ അയാൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന ഗുഡ്സിൻ്റെ എമൗണ്ടിലും കുറവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അയാളുടെ ബഡ്ജറ്റ് ലൈനിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഉള്ള നേരത്തെ നമ്മൾ ഇസ് ഈക്വൽ ടു എം എന്ന് പറയുമ്പോൾ 1000 ആയിരുന്നു. ഇപ്പോൾ അയാളുടെ ഇൻകം മാറി 500 ആയി. അപ്പോൾ P1x1 പ്ലസ് P2x2 ഇസ് ഈക്വൽ ടു എം ഡാഷ് ന്യൂ ഇൻകം ആവും. അപ്പോൾ അതിനനുസരിച്ച് x2ൻ്റെ ഇക്വേഷൻ മാറും. x2 എന്ന് പറയുമ്പോൾ എം ഡാഷ് ബൈ P2 മൈനസ് P1 ബൈ P2 x1 ആവും. Note that the slope of the new budget line is same as the slope of the budget line prior to change the consumer income. However, the vertical intercept has changed after the change in the income. ലൈനിന് വ്യത്യാസമൊന്നുമില്ല, ലൈനിൻ്റെ ഇക്വേഷൻ അങ്ങനെ തന്നെയാവും. പക്ഷേങ്കിൽ എന്തുണ്ടാവും, ലൈന് കുറച്ച് താഴോട്ടേക്ക് വരും, ഇങ്ങനെയാവും, കുറച്ച് താഴോട്ടേക്ക് വരും. If there is an increase in the income, any increase ആണ് ഇൻകം ഉണ്ടായിട്ടുള്ളതെങ്കിൽ the vertical intercept increases and hence there is a parallel outward shift of the budget line. ഇനിയിപ്പം അയാളുടെ ഇൻകം കുറവാണ് ഉണ്ടായതെങ്കിൽ ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാവും. ഇനി ഇൻകം കൂടിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈനിൻ്റെ പുറത്തേക്ക് ഷിഫ്റ്റ് ഉണ്ടാവും. ദ കൺസ്യൂമർ ക്യാൻ ബൈ. അപ്പോൾ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന ഗുഡ്സിൻ്റെ എമൗണ്ട് കുറയും, നമ്പേഴ്സ് കുറയും. ഇൻകം കൂടിക്കഴിഞ്ഞാൽ എമൗണ്ട് കൂടും. ദ കൺസ്യൂമർ ക്യാൻ ബൈ മോർ ദാൻ ഗുഡ്സ് അറ്റ് ദ പ്രിവെയിലിംഗ് മാർക്കറ്റ്. സിമിലർലി ഇഫ് ദ ഇൻകം ഗോസ് ഡൗൺ the vertical intercept decreases and hence there is a parallel inward shift of the budget line. ഇതന്നെ വെർട്ടിക്കൽ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഡിക്രീസ് ആവും, ഇൻവേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. ഇൻകം കൂടിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇൻക്രീസ് ആവും, ഔട്ട്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. The availability of goods and costs changes in the set of അപ്പം നമുക്ക് മനസ്സിലായി ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുക, ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഗുഡ് വണ്ണിൻ്റെയും ഗുഡ് ടുവിൻ്റെയും നമ്പേഴ്സ് കുറയും, കൂടിക്കഴിഞ്ഞാൽ ഗുഡ് വണ്ണിൻ്റെയും ഗുഡ് ടുവിൻ്റെയും നമ്പേഴ്സ് കൂടും. Now suppose the price of good one changes P1 to P1 dash. ഇനി നമ്മൾ ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് P1 എന്ന് P1 ഡാഷിലേക്ക് പോയി. ബട്ട് ദ പ്രൈസ് ഓഫ് ദ ഗുഡ് ടു ആൻഡ് ദ കൺസ്യൂമേഴ്സ് ഇൻകം. അപ്പോൾ പ്രൈസും കൺസ്യൂമേഴ്സ് ഇൻകം ഒന്നും ഒരു മാറ്റമില്ല. P1ൻ്റെ എമൗണ്ട് P1 ഡാഷുമായി. At the new level of good one, the consumer can afford to buy all bundles such that P1x1 plus P2x2 less than or equal to M. Such equation of the budget line. ഇനിയിപ്പോൾ നമ്മൾ P1ൻ്റെ x1 എന്ന് പറയുന്ന x1ൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ, ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മുടെ അടുത്തുള്ള ഇൻകം ഒന്നും കൂടുന്നില്ല, x2ൻ്റെയും പ്രൈസ് കൂടുന്നില്ല. അപ്പം നമുക്ക് ഗുഡ് വണ്ണ് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന എമൗണ്ടിൽ കുറവുണ്ടാവും. അപ്പോൾ ഇതിൽ വരുന്ന ഇക്വേഷൻ x2 is equal to m by p2 minus p1 dash by p2
into x1 വരും. Note that the vertical intercept of the new budget line is same as the vertical intercept of the budget line prior to. അപ്പോൾ ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുക? P1ൻ്റെ പ്രൈസാണ് കൂടിയത്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിനൊന്നും മാറ്റില്ല, ഇത് ഇങ്ങോട്ടേക്കൊന്ന് ഷിഫ്റ്റ് ഉണ്ടാവും. എപ്പോൾ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് വണ്ണ് നമുക്ക് അത്രയും വാങ്ങിക്കാൻ വേണ്ടി പറ്റൂല. ഇനി പ്രൈസ് കുറയുക ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഗുഡ് വണ്ണ് കുറച്ചുകൂടെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഔട്ട്വാർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ് P1 dash greater than P1, the absolute value of the slope of the budget line increases and the budget line becomes steeper inwards around the vertical line. ഏത് ഉള്ളിലേക്ക് വരും? പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് ലൈന് ഈ ഒരു ഗുഡ് വണ്ണിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് വരും. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകും.